ഇങ്ങനെ ഉണ്ടായിരുന്ന റൂമിനെ ഞാൻ ഇങ്ങനെ ആക്കി മാറ്റി. ഈ മാസ്ക് കൊള്ളാല്ലേ. അപ്പം ഞാൻ റൂം മേക്ക് ഓവറിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. മാസ്കാണ്. ഈ മാസ്കിൽ നമ്മൾ ഈ വള്ളികൾ ഇടുന്നു. സാധനങ്ങളും കൂടി വരുന്ന ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈറ്റ്. ദിസ് റൂം ഡെക്കറേഷൻ പാർട്ട് 3. ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും കൂടുതൽ ഞാൻ പണിപ്പെട്ടത് ഈ സാധനം ചെയ്യാനാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഇതുകൊണ്ട് ഞാൻ മലങ്ങി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സന്തോഷമൊന്നും ഇല്ല കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്റെ മുഖത്ത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് റൂം ഡെക്കറേഷൻ. പക്ഷെ ചെറുതായിട്ട് എന്റെ കയ്യിൽ നിന്നൊന്ന് പാളിപ്പോയോ എന്നൊരു ഡൗട്ട്. പോസ്റ്റേഴ്സ് വെക്കേണ്ട രീതി ഒന്ന് നോക്കിയതാണ്, പക്ഷെ അത് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു റാൻഡായിട്ട് അങ്ങോട്ട് ഒട്ടിക്കാന്ന്. ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ദാ ഈ സാധനം കണ്ടോ, ഇതിന്റെ വരവോട് കൂടിയിട്ട് എല്ലാത്തിനും ഒരു തീരുമാനമായി. മാറ്റി ഒട്ടിക്കാൻ നോക്കിയപ്പോഴേക്ക് ചുമരൊക്കെ പാടങ്ങോട്ട് ഇളകിപ്പോരും ചെയ്തു. തൽക്കാലം പൂവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചു. അക്കത്തെ ഈ ലൈറ്റ് കണ്ടില്ലേ, ഇതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ടൈം എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കി. അപ്പോൾ അത് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ യൂട്യൂബും ഇൻസ്റ്റൊക്കെ തപ്പി ഇത് ഒട്ടിക്കുന്ന രീതി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറേ പേര് ആണി അടിച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആണി അടിക്കുകയൊന്നും പോസിബിൾ അല്ല. ഈ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. സുഖമായിട്ട് പണി തീരും. ഒരു 10-15 മിനിറ്റുള്ളിൽ തീരും. മീൻസ് ആർക്കെങ്കിലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇത് ഒട്ടിച്ചാൽ മതി. നല്ല രീതിയിൽ ഒട്ടും, പെട്ടെന്ന് പണിയും കഴിയും.